3 വയസ്സുകാരി അർച്ചനയുടെ ജീവനറ്റ ശരീരത്തിൻ്റെ അടുത്തിരുന്ന് അമ്മ ദിവ്യയും അച്ഛൻ ഗോപനും, ഗോപൻ്റെ അമ്മ ഗായത്രിയും, അച്ഛൻ സുധീഷും, നാത്തൂൻ അംബികയും, ഭർത്താവ് രാഘവനും മക്കളും അരികിലിരുന്ന് കരയുന്നു. ഇരുനില വീട് ആളുകളാൽ നിറഞ്ഞിട്ടുണ്ട്. നാട്ടിലും വീട്ടിലും ഒരുപോലെ പൊന്നോമനയായിരുന്ന അർച്ചന എന്ന അച്ചുമോൾ. ദിവ്യ കരഞ്ഞു കരഞ്ഞ് തളർന്ന് കുഞ്ഞിൻ്റെ അരികിലായി ഇരിക്കുന്നുണ്ട്. അവളെ താങ്ങി നിർത്തിക്കൊണ്ട് ഗോപൻ അരികിലിരിപ്പുണ്ട്. സ്വബോധം നഷ്ടപ്പെട്ട പോലെ ദിവ്യ എന്തെല്ലാമോ പുലമ്പുന്നുണ്ട്. എന്നാ എടുക്കാലേ, കൂട്ടത്തിൽ ആരോ പറഞ്ഞു. അത് കേട്ടതും വേണ്ട, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോവണ്ട, അവൾക്ക് തനിച്ച് കിടക്കാൻ പേടിയാവും, അവൾക്ക് ഞാനില്ലാതെ ഉറങ്ങാനാവില്ല, എൻ്റെ അച്ചുവിനെ കൊണ്ടുപോവല്ലേ എന്നും പറഞ്ഞ് ദിവ്യ പൊട്ടിക്കരഞ്ഞു. കൂടി നിന്നവരെല്ലാം ആ കാഴ്ച കണ്ട് കരയുന്നുണ്ട്. കുഞ്ഞിൻ്റെ ശരീരം എടുക്കാനായി 2 ആളുകൾ വന്നതും അവരെ തട്ടിമാറ്റി ദിവ്യ അച്ചുവിൻ്റെ അരികിൽ ചെന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. മോളെ നോക്ക്, ദേ അമ്മ, നിനക്ക് വിശക്കുന്നുണ്ടാവും, അമ്മ നിനക്ക് ഭക്ഷണം വിളമ്പട്ടെ, ഒന്ന് നോക്ക് മോളെ അമ്മയെ എന്നും പറഞ്ഞ് ദിവ്യ പൊട്ടിക്കരയുകയാണ്. കുട്ടിയെ എടുക്കാനായി ദിവ്യയെ മാറ്റൂ, കൂട്ടത്തിൽ ഒരാൾ വീണ്ടും പറഞ്ഞു. വേണ്ട വേണ്ട എന്നും പറഞ്ഞ് ദിവ്യ ആർത്ത് കരഞ്ഞു. അവൾ അവസാനമായി കുഞ്ഞിൻ്റെ നെറ്റിയിലും കുഞ്ഞിക്കവിളിലും കുഞ്ഞിമുഖത്തും കുഞ്ഞിക്കൈയിലും ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എല്ലാവരുടെയും ഹൃദയവും കണ്ണും ഒരുപോലെ ചോര വാർന്നുകൊണ്ടിരുന്നു. കുഞ്ഞിനെ മറവ് ചെയ്താൽ മതിയെന്ന് അച്ഛൻ ഗോപൻ ആദ്യമേ പറഞ്ഞിരുന്നു. അതുപ്രകാരം വീട്ടുവളപ്പിൽ അവൾ ഓടി നടന്ന മുറ്റത്ത് അവൾക്കായി ഒരു വീടൊരുങ്ങാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞിൻ്റെ ശരീരം എടുത്തതും ആ നിമിഷം ദിവ്യ കുഴഞ്ഞു വീണു. അവളെല്ലാവരും കൂടി കട്ടിലിൽ കൊണ്ട് കിടത്തി. അവളുടെ കൂടെ തന്നെ ഗോപനുമുണ്ട്. ഇന്നലെ വരെ ആശുപത്രിയിലായിരുന്നില്ലേ, അതിൻ്റെ ക്ഷീണവും പിന്നെ കുഞ്ഞു പോയതിൻ്റെ വിഷമവും എന്ത് ചെയ്യാനാ. നാട്ടുകാരിൽ ഒരു സ്ത്രീ അതും പറഞ്ഞ് താടിക്ക് കൈ കൊടുത്തു. അച്ചുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. അപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ് ദിവ്യ. അവൾ ഉണർന്നാൽ എന്ത് ചെയ്യാനാണ് എന്നോർത്തപ്പോൾ ഗോപൻ്റെ ഹൃദയം വിങ്ങി. സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്നു. ഗോപൻ്റെ ഇരുമിഴികളും വാർന്നുകൊണ്ടിരുന്നു. അവനും അവൾക്കായി അവസാന ചുംബനം നൽകി. എല്ലാം കഴിഞ്ഞ് ഗോപൻ അവളുടെ അരികിലായിരുന്നു. അവളുടെ തലമുടികൾ തഴുകി. പെട്ടെന്ന് അച്ചു എന്നും വിളിച്ച് അവൾ എഴുന്നേറ്റു. ഉറക്കം എഴുന്നേറ്റപ്പോൾ അവൾ ഗോപനെയാണ് കണ്ടത്. വീട്ടിൽ ആൾക്കൂട്ടം ക്ഷമിച്ചിരുന്നു. അവൾ ഹാളിലേക്ക് ഓടി. അവളുടെ കുഞ്ഞിനെ കിടത്തിയ ഇടം ശൂന്യമാണ്. എൻ്റെ കുഞ്ഞെന്തേ? അവളുടെ പിറകിലായുള്ള ഗോപനോട് അവൾ ചോദിച്ചു. എല്ലാം വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്നത് കണ്ടില്ലേ, അതിനെ നല്ല പോലെ നോക്കണമായിരുന്നു, എങ്കിൽ ഇന്നും എൻ്റെ കുഞ്ഞ് ഇവിടെ കാണുമായിരുന്നില്ലേടി? ഗോപൻ്റെ അമ്മയാണ് അത് പറഞ്ഞത്. പെട്ടെന്നൊരു നിമിഷം അവൾ അവരെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. നിന്റെ പൂങ്കണ്ണീര് ഇവിടെ ചിലവാവില്ലടി. അത് പറഞ്ഞത് നാത്തൂൻ അംബികയായിരുന്നു. മഞ്ഞപ്പിത്തം എല്ലാവർക്കും വരും, അതുണ്ടെന്ന് കരുതി ആരും മരിച്ചൊന്നും പോവില്ല. ശരിക്കും നോക്കിയിരുന്നെങ്കിൽ നോക്കണമായിരുന്നു കുഞ്ഞിനെ. ശരിക്കും മച്ചിയായിരുന്നു നിനക്ക്. ഈശ്വരൻ ഒരു കുഞ്ഞിനെ തന്നു, അതിനെ ശരിക്കും നോക്കാൻ നിനക്ക് പറ്റിയില്ല. ജോലിയെന്നും പറഞ്ഞു പോവും എന്നും രാവിലെ, എന്നിട്ടിപ്പോൾ കണ്ടില്ലേ ഫലം. നേർച്ചയും വഴിപാടും നടത്തി കിട്ടിയ കുഞ്ഞായിരുന്നു അത്. ഇനി ഈശ്വരൻ നിനക്ക് ഒരു കുഞ്ഞിനെ തരും എന്ന് ഉറപ്പുണ്ടോ? അമ്മ പറഞ്ഞു നിർത്തി. അമ്മേ നിർത്ത്, ഇനി അക്ഷരം മിണ്ടരുത് എന്നും പറഞ്ഞ് ഗോപൻ ദേഷ്യത്തോടെ അവരെല്ലാവരെയും മാറി മാറി നോക്കി. അവൾ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ തന്നെയാണ് നോക്കിയിരുന്നത്. കുഞ്ഞിന് പനി വന്നു, പക്ഷെ മഞ്ഞപ്പിത്താണെന്നറിയാൻ വൈകി. അതാ ഞങ്ങളെ കുഞ്ഞിനെ തിരികെ കിട്ടാതിരുന്നത്. നീ അല്ലെങ്കിലും ഇവളുടെ പക്ഷല്ലേ പറയൂ. എങ്ങനെ നേരത്തെ അറിയും? ഇവൾക്ക് വലുത് ജോലിയല്ലേ, കുഞ്ഞല്ലല്ലോ, അമ്മ ഗായത്രി വീണ്ടും പറഞ്ഞു. അവരുടെ എല്ലാം സംസാരം കേട്ട് ദിവ്യ കുഴഞ്ഞു വീണു. എത്ര വിളിച്ചിട്ടും അവൾ എഴുന്നേറ്റില്ല. അവളുമായി ഗോപൻ കാറിൽ ആശുപത്രിയിലേക്ക് പോയി. കൂടെ ആരെയും കൊണ്ടുപോയില്ല അവൻ. ആശുപത്രിയിലെത്തി ഗ്ലൂക്കോസ് കയറ്റി. അവൾക്കരികിൽ തന്നെയായിരുന്നു അവൻ ഇരുന്നത്. അച്ചുവിൻ്റെ 3ാം പിറന്നാളിൻ്റെ അന്നാണ് അവൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നത്. അവളുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം. ഗോപൻ്റെ അച്ഛനായി വരുത്തിവെച്ച കടങ്ങളുണ്ടായിരുന്നു അവർക്ക്. എല്ലാം ഗോപൻ്റെ തലയിലായതുകൊണ്ട് തന്നെ അവനെ സഹായിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഡിഗ്രിക്കാരി ദിവ്യ PSC എഴുതിയത്. നല്ല പോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവൾ പഠിച്ചത്. നാത്തൂനും ഭർത്താവും അവിടെ തന്നെയായിരുന്നു താമസം. അവൾക്ക് ജോലി കിട്ടിയാൽ വീട്ടുജോലികളെല്ലാം അമ്മയും മകളും ചെയ്യേണ്ടി വരുമെന്ന മുൻധാരണ അവരെ കൊണ്ട് അവളുടെ പഠിത്തം മുടക്കാൻ ശ്രമിപ്പിച്ചിരുന്നു. പക്ഷേ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പഠിത്തവും 5:30 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ നീളുന്ന അടുക്കള പണിയും കൂടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത് തീർത്ത് വീണ്ടും പഠിക്കാനിരിക്കും. രാത്രി ചപ്പാത്തി നിർബന്ധമുള്ളതുകൊണ്ട് ആ പണിയും അവൾ രാത്രി കൊണ്ട് തീർത്ത് വീണ്ടും പഠിക്കാനിരിക്കും.
ഗോപൻ തൃശ്ശൂരാണ് ജോലി ചെയ്യുന്നത്. അവനും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ മാത്രമേ നാട്ടിലുണ്ടാവൂ. അച്ചു ആണെങ്കിൽ നല്ല വികൃതിയും കുറുമ്പിയുമാണ്. എങ്കിലും അതിനിടയിലെല്ലാം അവൾ പഠിക്കാൻ സമയം കണ്ടെത്തി. കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാണ് അച്ചു ഉണ്ടാവുന്നത്. ആ 5 വർഷത്തിൽ അവൾക്ക് മച്ചി എന്ന ചെല്ലപ്പേര് അവിടെയുള്ളവർ ചാർത്തിയിരുന്നു. മരുന്നുകുടികളുടെ ഒടുവിലാണ് അവർക്ക് അച്ചു ഉണ്ടായത്. അവൾ വരുന്നതിനു മുന്നേ തൊട്ട് തുടങ്ങിയ PSC പഠനം അവളുടെ 3-ാം വയസ്സ് വരെ നീണ്ടു. അവളുടെ കുഞ്ഞിനെ ആരും നോക്കാനില്ലായിരുന്നു. അവൾ ഒരു അനാഥയാണ്. വിവാഹ സമയത്ത് അച്ഛനും അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു അവൾക്ക്. ഒരു ആക്സിഡന്റിൽ 3 പേരും പോയി. അവൾക്ക് ജോലി കിട്ടിയപ്പോഴും കുഞ്ഞിനെ നോക്കാൻ ആരും കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അവൾ കുഞ്ഞിനെ ഡേ കെയർ കൊണ്ടുവിടും. രാവിലെ എല്ലാ ജോലിയും തീർത്ത് അവൾ കുഞ്ഞുമായി പോവും. വരുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം രാത്രി കുഞ്ഞിന് പനി തുടങ്ങി. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മരുന്ന് തന്ന് പറഞ്ഞു വിട്ടു. മരുന്ന് കൊടുക്കുമ്പോൾ പനി വിടും, പിന്നെയും തുടരും. ഈ പ്രതിഭാസം ഒരാഴ്ച നീണ്ടു. കുഞ്ഞിൻ്റെ സ്ഥിതി വഷളായി. കുഞ്ഞിന് മഞ്ഞനിറം ബാധിച്ചപ്പോഴാണ് ടെസ്റ്റ് നടത്തിയത്. അങ്ങനെയാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഉടനെ തന്നെ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തു. കുഞ്ഞിന് സുഖമില്ലാതെയായ അന്ന് മുതൽ ഇന്ന് വരെ ഉറക്കമില്ലാതെയാണ് അവൾ ഇരുന്നത്. അവളുടെ മുഖത്ത് നോക്കി അവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ഗോപൻ ചിന്തിച്ചു. അവൾക്ക് ജോലിയുള്ളതാണോ അവരുടെ പ്രശ്നം? അവൾ എന്നെ സഹായിക്കാനാണ് രാപ്പകലില്ലാതെ പഠിച്ച് ജോലി മേടിച്ചത്. എന്നിട്ടും എന്തിനാ അവർ അവളെ ഇങ്ങനെ? ഗോപൻ! ഡോക്ടറുടെ വിളിയാണ് ഗോപനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. അവൻ എഴുന്നേറ്റ് നിന്നു. ഗോപൻ, അവൾക്കിപ്പോൾ വേണ്ടത് നല്ല കെയറാണ്, പിന്നെ കുറച്ച് സ്വസ്ഥതയും. അവളുടെ മനസ്സാകെ താളം തെറ്റി നിൽക്കുകയാണ്. സോ അവൾ നല്ല പോലെ നോക്കണം. പിന്നെ ഈ അവസ്ഥ ഇനി മറികടക്കാൻ ഉടനെ നിങ്ങൾക്കൊരു മറ്റൊരു കുഞ്ഞു ജനിക്കണം. അത്രയും ഡോക്ടർ പറഞ്ഞു നിർത്തി. ഞങ്ങൾക്ക് ആദ്യ കുഞ്ഞ് ജനിക്കാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്നും കുഴപ്പമില്ലടോ. നന്നായി ഈശ്വരനോട് പ്രാർത്ഥിക്ക്. അവൻ കനിഞ്ഞാൽ എല്ലാം ശരിയാവും. ഇന്ന് ഇവിടെ കിടക്കട്ടെ, നാളെ വീട്ടിൽ പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ മുന്നോട്ട് നീങ്ങി. രാത്രിയിൽ അച്ചു അച്ചു എന്നും പറഞ്ഞ് അവൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നുണ്ട്. അവൻ പതിയെ അവളെ തലോടും. അപ്പോൾ വീണ്ടും ഉറങ്ങും. അവൻ ഉറങ്ങാതെ അവൾക്ക് കാവലിരുന്നു. അങ്ങനെ നേരം പുലർന്നു. 9 മണിയോടെ അവൾക്ക് ബോധം വന്നു. അവളെല്ലാം മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയതുപോലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയതും അവൾ നേരെ കുഞ്ഞിനെ സംസ്കാരം ചെയ്ത പുരയിടത്തിൻ്റെ അപ്പുറത്തേക്കാണ് ചെന്നത്. കൂടെ ഗോപനും. ഒരുപാട് നേരം അവർ ആ നിൽപ്പ് നിന്നു. തങ്ങളുടെ കുഞ്ഞ്, തങ്ങളുടെ പൊന്നോമന. അവളിന്നീ അവൻ്റെ നെഞ്ചു പിടഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് ചോര പൊടിഞ്ഞു. അവളെ അവൻ റൂമിലേക്ക് കൊണ്ടുപോയി. അവളുടെ കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും എല്ലാം അവളെ കൂടുതൽ വേദനിപ്പിച്ചു. ദേ, ഒരുപാട് പണി കിടപ്പുന്നുണ്ട് അവിടെ. അംബികയാണ് അവളെ നോക്കിയത് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള ജോലിയെല്ലാമേ ചേച്ചിയും അമ്മയും കൂടി അങ്ങ് ചെയ്താൽ മതി. ഇവളെ ഞാൻ എൻ്റെ കൂടെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നും പറഞ്ഞ് അവൻ അവളുടെ തോളിലൂടെ കൈയിട്ടു. അത് കേട്ട് ഗായത്രി അമ്മയും അംബികയും സ്തംഭിച്ചു പോയി. അവരത് എതിർക്കാൻ നോക്കിയെങ്കിലും അവൻ അവൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വൈകുന്നേരത്തോടെ അവർ അവിടം വിട്ടിറങ്ങി. തങ്ങളുടെ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചതിൽ 2 പേർക്കും സങ്കടമുണ്ടെങ്കിലും ഒരു മാറ്റം 2 പേരും ആഗ്രഹിച്ചിരുന്നു. തൃശ്ശൂരുള്ള അവൻ്റെ വാടക വീട്ടിലെത്തി. 2 പേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒരുപാട് നേരം അങ്ങനെ നിന്ന് കരഞ്ഞു. അവരുടെ സങ്കടം അവരുടേത് മാത്രമായിരുന്നു. ഒരാഴ്ച ഗോപൻ ലീവ് എടുത്തു. അവൾ 1 മാസവും. അവൻ എന്നും അവളെയും കൊണ്ട് പുറത്തേക്കൊക്കെ പോവും. അവിടെ വെച്ച് അച്ചുവിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടാൽ അവൾ കരയും. ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. ഗോപൻ്റെ ലീവ് കഴിഞ്ഞ് അവൻ ജോലിയിൽ തിരികെ കയറി. അതിൻ്റെ കൂടെ അവൻ്റെ പരിചയങ്ങൾ എല്ലാം വെച്ച് അവളുടെ ജോലി തൃശ്ശൂരിലേക്ക് മാറ്റി. അങ്ങനെ വീണ്ടും അവൾ ജോലിയിൽ കയറി. നല്ല പോലെ അവൾക്ക് അവൻ മുൻതൂക്കം നൽകി എല്ലാ കാര്യങ്ങൾക്കും. ഒരു ദിവസം അവൾ പ്രഗ്നൻ്റ് കിറ്റ് വാങ്ങി പരിശോധിച്ച് നോക്കിയപ്പോൾ അവൾ ഗർഭിണിയാണ്. ഈശ്വരൻ അവർക്ക് കനിഞ്ഞ് ഒരു കുഞ്ഞിനെ നൽകാൻ പോകുന്നു. ഈ വിവരം അവൾ അവനെ അറിയിച്ചു. അവനും സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അങ്ങനെ 2 പേരും ആ കുഞ്ഞിനായുള്ള ഒരുക്കത്തിലാണ്. അവൾക്കൊരു പ്രാർത്ഥനയുള്ളൂ, പെൺകുഞ്ഞാവണം എന്നും ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകണമെന്നും. അവരുടെ കാത്തിരിപ്പിനൊടുവിൽ അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നു. അവളുടെ കാതുകളിൽ അവർ മെല്ലെ പറഞ്ഞു, അർച്ചന. ആ കുഞ്ഞിനെ ആദ്യമായി അർച്ചനയുടെ സംസ്കരിച്ച വീട്ടുവളപ്പിലേക്കായിരുന്നു കൊണ്ടുപോയത്. മരിച്ച കുഞ്ഞ് ഈ കുഞ്ഞിലൂടെ തിരിച്ചു വന്നതായി ഗോപനും ദിവ്യയും കരുതി. അങ്ങനെ കരുതാനായിരുന്നു അവർക്കിഷ്ടവും. ജീവിതം മുന്നോട്ട് നീങ്ങി. മൂവരും നല്ല സന്തോഷത്തോടെ മുന്നോട്ട് ജീവിച്ചു. ദിവ്യയുടെ ജോലി ഉപേക്ഷിക്കാൻ ഗോപൻ അനുവദിച്ചില്ല. അവർ 2 പേരും കൂടി കുഞ്ഞിനെ നല്ലപോലെ നോക്കി. തെറ്റുകൾ മനസ്സിലാക്കി വന്ന ഗോപൻ്റെ അമ്മ കുഞ്ഞിനെ നോക്കാൻ അവിടെ നിൽപ്പായി. അവരുടെ കുഞ്ഞു സ്വർഗത്തിലേക്ക് വീണ്ടും 3 കുഞ്ഞുങ്ങൾ കൂടി വന്നു. പക്ഷേ എന്നും അവരുടെ ഓർമ്മകളിൽ ഓമന മകൾ അർച്ചന എന്നു നിലകൊണ്ടു.